ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവക്കാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് അലോവേറ ജെല്ല്, അതായത് ഒരു മോയ്സ്ചറൈസർ പോലെ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്ത് നന്നായിട്ട് കണ്ണിൻ്റെ അടിയിലും എല്ലാ സ്ഥലത്തും, അതായത് ഇവർക്ക് കുറച്ച് പിമ്പിൾസ് ഒന്നും പാടൊക്കെയുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം കൺസീൽ ചെയ്ത് കൊടുത്തു. കൺസീൽ ചെയ്തതിന് ശേഷം ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കവറപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലോണം ബ്ലെൻഡ് ആക്കുന്നുണ്ട് കേട്ടോ. ബ്രഷ് വെച്ച് ചെയ്യണതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. നമ്മുടെ മറ്റേ ബ്ലെൻഡർ യൂസ് ചെയ്യണേക്കാളും ബ്രഷ് ചെയ്യുമ്പോൾ കുറച്ച് നല്ലതാണ്. കൈയും കുഴപ്പമില്ല, ബ്രഷ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ബ്രഷ് മീഷോന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്. ഒരു 4-in-1 മേക്കപ്പ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക്, വേണമെങ്കിൽ അതൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട. ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ബ്രൗൺ കളർ ഐ ഷാഡോ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഐബ്രോസ് ഒരു സ്പൂളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് നല്ല കറക്റ്റ് ഷേപ്പാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട്, പക്ഷേ ത്രെഡ് ചെയ്ത പോലെ തന്നെയാണ് ഇവളുടെ പിരിവ് ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇതൊന്നും കറക്റ്റ് അതായത് കറക്റ്റ് ഓർഡർ അനുസരിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യാറ്. ഇതെനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം. അതിനുശേഷം നമ്മളുടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. അതിനുശേഷം നമ്മളിനി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം.
ജ്വല്ലറി എല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.